ഒന്ന് ഇത്രയധികം സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരവസരം ലഭിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ അറിയിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. കഴിഞ്ഞ വർഷം SSLCക്ക് A+ നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ്, അതിന് അവസരം ലഭിക്കുന്നു. ഇതിൻ്റെ കൂടെ സ്കൂള് തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നു. ഗർ എന്നൊരു സിനിമ 14-ാം തീയതി റിലീസാവുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസം കൂടിയാണ്. ഇവിടെ JK ഉണ്ട്, ഇവിടെ ബീന മാമുണ്ട്, ഇവിടെ പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, ടീച്ചേഴ്സുണ്ട്, മീഡിയ പേഴ്സൺസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ജൂൺ 14-ാം തീയതി നാളെ മറ്റന്നാളൊക്കെ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയി ജോലിക്ക് പോയി ജൂൺ 14-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു പുസ്തകം, പഠിക്കാനുള്ള പുസ്തകമാണെന്ന് കരുതിയത്, പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൂടെ, ഗറിൻ്റെ ഒരു കഥാപുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകമുണ്ട്. ഇത് വായിച്ചിട്ടുണ്ട്. എന്ത് ആൾക്കാരെ ക്ലാസ്സിൽ കയറിയിട്ട് ബുക്കൊന്നും പഠിക്കണ്ട, എനിക്ക് വായിച്ചാൽ അത് കഴിഞ്ഞ വർഷം എന്തായാലും പഠിക്കും. കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത്? ശരിക്കും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് പരാജയമായിട്ട് മാറുന്നില്ല. ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഇത് പരാജയമായിട്ട് മാറുന്നത്. ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. പിന്നെ ഒരിക്കലും ഒരു 10th അല്ലെങ്കിൽ +2 വിജയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയമായിട്ട് മാറണമെന്നില്ല. പക്ഷേ ഈ 100% വിജയം നിങ്ങളുടെ ജീവിതത്തിലെ 110% വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള പ്രോത്സാഹനമായിരിക്കും. ബേസ് പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിക്കുക. 100% വിജയം നിങ്ങളുടെ ജീവിതത്തിൽ 110% വിജയമായിട്ട് മാറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വേദിയിൽ പറയാനായിട്ട് അവസരം തന്നെ നിങ്ങളുടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഭാരവാഹികൾക്കും മാതൃഭൂമി മീഡിയയോടും എല്ലാവരോടും, സിന്ധു മേഡമോടുണ്ട്, മീഡിയ പേഴ്സൺസിനും നിങ്ങളുടെ എല്ലാവരുടെ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടാവാം, ചെറിയൊരു പുതിയ സമ്മാനങ്ങൾ ഇവിടുത്തെ സുന്ദര കുട്ടികളൊക്കെ ഞാൻ തരേണ്ട ആഗ്രഹിക്കുന്നു. ഒന്നുമല്ല, ടീച്ചർമാർ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ചെറിയ ഒരു മുഖം കൂടിയുണ്ട്. പക്ഷെ നിങ്ങളുടെ പേര് എന്തൊക്കെയാണ്, സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിവെക്കാൻ വേണ്ടി ന്യൂസ് കൂടെ തരുന്നുണ്ട്. നിങ്ങൾ ഓടിച്ച് നമ്മൾ പൊളിക്കില്ല. പല തിയേറ്ററിലുള്ള സിനിമ കണ്ടിട്ട് കഴിയും. ഒരുപാട് സന്തോഷം മുഖങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതിൽ നല്ല സിനിമകളിലൂടെ നിങ്ങളുടെ സന്തോഷങ്ങളെ കുറച്ചുകൂടെ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്ന സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് മാറുവാനായിട്ട് ശ്രദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ മഴ നനയാതെ, പനി പിടിക്കാതെ, ക്ലാസ്സുകൾ കട്ട് ചെയ്യാതെ, ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുക. എനിക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ക്ലാസ് കെട്ടിയ സിനിമ കാണാൻ പോവുക. പക്ഷെ എന്തായാലും പഠിക്കുക. പഠിത്തം കഴിയുന്ന കളികൾ മതി. പക്ഷെ കളി എന്തായാലും വേണം. കളിച്ച് പഠിക്കുക, പഠിച്ച് കളിക്കുക. ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയികളായിട്ട് നിങ്ങൾ മാറുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ ശക്തിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ വെരി ഗുഡ് ഡേ, ഗുഡ് ലൈഫ്, ഗുഡ് ഫ്യൂച്ചർ. താങ്ക് യു. ജയ് ഹിന്ദ്. എന്ന സിനിമയുടെ ഒരു പുസ്തക രൂപമായിട്ടുള്ള ആവിഷ്കരണമാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് സാധിച്ചത് ഈ ഒരു വേദി തന്നെ സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിനോടും മാതൃഭൂമിയോടും എല്ലാവരും ഇവിടെ എല്ലാവരും എന്ന സിനിമയുടെ പേര് ടീമിൻ്റെ പേര് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
ഞാൻ